ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ചുരിദാർ നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ എങ്ങനെ ഷേപ്പ് ചെയ്യാം എന്നാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത്. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ മെഷീൻ ഉണ്ടാവുമായിരിക്കും, പക്ഷേ നമുക്കത് ഷേപ്പ് ചെയ്യാൻ അറിയാൻ പാടില്ലാത്തത് കൊണ്ടാവും നമ്മൾ ചുരിദാറെല്ലാം പുതിയത് വാങ്ങിച്ചിട്ട് പുറത്ത് കൊടുക്കുന്നത്. വെറും 3 അളവുകൾ മാത്രം മതി. തയ്യലറിയാൻ പാടില്ലാത്ത ആൾക്കാർക്ക് വരെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഷേപ്പ് ചെയ്യാവുന്നതാണ്. അതിന് വേണ്ട അളവുകളാണ്: ഫസ്റ്റ് ചെസ്റ്റിൻ്റെ അളവ്, സെക്കൻഡ് വേസ്റ്റിൻ്റെ അളവ്, തേർഡ് ഹാൻഡ് ബ്രെഡ്ത്ത്, കൈയുടെ അടിയിലുള്ള അളവ്. അപ്പോൾ ഞാൻ ചുരിദാർ ഇവിടെ മറിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് രണ്ടായിട്ട് മടക്കി കൊടുക്കാം. മടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് വേണം മടക്കാനായിട്ട്. മുകളിലും താഴെയുള്ള അളവ് രണ്ടും സെയിം ആയിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ അളവെടുക്കുമ്പോഴും തയ്ക്കുമ്പോഴും തെറ്റിപ്പോവും. അതുപോലെ നെക്കിൻ്റെ ഷോൾഡറിൻ്റെ ഭാഗമാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഇനി നമുക്ക് അളവെടുക്കാം. ചെസ്റ്റിൻ്റെ അളവ് 10.5 ആണ്. ചെസ്റ്റ് ഇവിടെ ചെസ്റ്റിൻ്റെ അളവ് കറക്റ്റാണ്, 10.5 തന്നെയാണ്. അടുത്തത് വേസ്റ്റിൻ്റെ അളവ്, വേസ്റ്റ് 9.5. ചെസ്റ്റിൻ്റെ അളവിൻ്റെ ഇവിടെ നിന്ന് നമുക്ക് താഴത്തേക്ക് ഒരു 7 ഇഞ്ച് വരയ്ക്കാം. ഇനി 9.5 നമുക്ക് അടയാളപ്പെടുത്താം. 5 ഇതാണ് 9.5. ഹിപ്പിൻ്റെ അളവ് നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല, ഓൾറെഡി ഒരു സ്ലിറ്റ് ഉള്ളതാണ്. നമുക്കിനി വരച്ചാൽ മാത്രം മതി. അതുപോലെ തന്നെ നമുക്ക് ഇങ്ങേ സൈഡ് കൊടുക്കണം. സൈഡ് ഞാൻ മറിച്ചിട്ടിട്ടുണ്ട്. ഇനി ഈ സൈഡിലും അളവെടുക്കുകയാണ്. ചെസ്റ്റ് 10.5, സെയിം തന്നെ. ചെസ്റ്റിൻ്റെ അവിടെ നിന്ന് താഴത്തേക്ക് 7 ഇഞ്ച്. ഇത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്, നോർമൽ ഒരു പൊക്കമുള്ള വ്യക്തിക്ക് 7 ഇഞ്ച് അടയാളപ്പെടുത്തിയാൽ മതി ചെസ്റ്റിൻ്റെ ഇവിടുന്ന് താഴത്തോട്ട്. നല്ല പൊക്കമാണെങ്കിൽ ഇവിടുന്ന് 7.5 അടയാളപ്പെടുത്തണം. എന്നാൽ അധികം പൊക്കമില്ലാത്ത ആൾക്കാരാണെങ്കിൽ ചെസ്റ്റിൻ്റെ ഇവിടുന്ന് 6.5 ഇഞ്ചാണ് അടയാളപ്പെടുത്തേണ്ടത്. അങ്ങോട്ടുള്ള അളവാണ് പിന്നെ നോക്കേണ്ടത്. ഇപ്പം നോർമൽ പൊക്കമുള്ള ഒരാളായതുകൊണ്ടാണ് ഞാനിവിടെ 7 ഇഞ്ച് അടയാളപ്പെടുത്തിയേക്കുന്നത്. ഇവിടെ നിന്ന് 9.5 വേസ്റ്റിൻ്റെ അളവ്. കൈയുടെ അടിയിലത്തെ അളവ് 5.5. അതുപോലെ ഈ കൈയുടെ അടിയും അടയാളപ്പെടുത്തണം. നമുക്ക് വരച്ചു കൊടുക്കാം. ഇവിടുന്ന് ചെസ്റ്റിൻ്റെ ഇവിടുന്ന് താഴത്തേക്ക് വരയ്ക്കുവാണെങ്കിൽ ചെസ്റ്റിൻ്റെ അവിടെ നിന്ന് വേസ്റ്റിൻ്റെ അങ്ങോട്ടാണ് വരയ്ക്കുന്നത്. ചെസ്റ്റിൻ്റെ അവിടെ നിന്ന് വേസ്റ്റിൻ്റെ അവിടേക്ക്, എന്നിട്ട് അത് ഹിപ്പിൻ്റെ അടുത്തേക്ക്. കണ്ടല്ലേ? അപ്പോൾ ഇവിടെ നിന്ന് കൈ ഇച്ചിരി സ്ലോപ്പായിട്ട് വരയ്ക്കണം, കുറയ്ക്കാനായിട്ട് അടിഭാഗത്തേക്ക്. അതുപോലെ തന്നെ ഈ സൈഡും. ചെസ്റ്റിൻ്റെ അവിടെ നിന്ന് കയ്യിലെ അടിയിലേക്ക്.
അപ്പോൾ നമ്മൾ മെഷർമെൻറ്റ്സ് എടുത്തു മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടിച്ചാൽ മാത്രം മതി. അതായത് ചെസ്റ്റിൻ്റെ അളവും വേസ്റ്റിൻ്റെ അളവും മാത്രം നമുക്ക് മതി ഈ ഭാഗം ഷേപ്പ് ചെയ്യാനായിട്ട്. ചെസ്റ്റിൻ്റെ ഇവിടെ മാറ്റമില്ലായിരുന്നു, അപ്പോൾ ചെസ്റ്റിൻ്റെ അവിടെ നമ്മൾ ഷേപ്പിൻ്റെ അങ്ങോട്ട് വരച്ചു. എന്നിട്ട് ലാസ്റ്റ് ആ സ്ലിറ്റിൻ്റെ അങ്ങോട്ട് കൂട്ടി യോജിപ്പിച്ചു. പിന്നെ നമുക്ക് വേണ്ടത് കൈയുടെ അടിയുടെ അളവാണ്. കൈയുടെ അടിയുടെ അളവ് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കൈക്കുഴിയില്ലേ, കൈക്കുഴിയുടെ അവിടെ നിന്ന് അതിലേക്ക് ചെറിയൊരു സ്ലോപ്പായിട്ട് വരയ്ക്കുക. ഇത്രേ ഉള്ളൂ. ഇത്ര സിമ്പിളാണ് നമുക്ക് അളവെടുക്കാനായിട്ട്. ഇനി നമുക്ക് അടിക്കാം. അപ്പോൾ മാർക്ക് ചെയ്ത് നമുക്കൊന്ന് തയ്ച്ചെടുക്കാം. ആദ്യം കൈയുടെ അടിയിൽ നിന്നാണ് നമ്മൾ തയ്ച്ച് തുടങ്ങുന്നത്. റിവേഴ്സായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യണം. അങ്ങനെ നമ്മൾ തയ്ക്കുന്നത് അഴിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. നമ്മൾ തയ്ച്ച് തുടങ്ങുമ്പോൾ തന്നെ ലോക്ക് ഇടണം. അതിന് വേണ്ടിയിട്ടാണ് റിവേഴ്സ് സ്റ്റിച്ച് ചെയ്യുന്നത്. തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് മറിച്ചിട്ട് നോക്കാം. കണ്ടോ, ഷേപ്പ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതോടൊപ്പം ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.